ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. മുഖ്യമന്ത്രി ഏകാധിപത്യം കാട്ടുന്നുവെന്ന് CPI എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. ആഭ്യന്തര വനം വകുപ്പുകൾ സർക്കാരിന്റെ ശോഭ കെടുത്തുന്നു. ഇടത് നയത്തിന് വ്യതിയാനമുണ്ടായി. സ്വകാര്യ സർവകലാശാലകൾ വരുന്നത് അതിനുദാഹരണമാണ്. CPI ഭരിക്കുന്നതിൽ ഭേദം റവന്യൂ വകുപ്പാണ്. ബാക്കി വകുപ്പുകളെല്ലാം കണക്കാണെന്നും വിമർശനമുയർന്നു. ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ ചേരുന്നതിന് കൂടുതൽ വിവരങ്ങളുമായി. ലാൽ, CPI ജില്ലാ സമ്മേളനം നടക്കുന്ന ഒരു സമയമാണ്. അതിൽ എനിക്ക് തോന്നുന്നു ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ സർക്കാർ വിമർശനം അത് എറണാകുളത്തുണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയാകുന്നുണ്ട്? ഒപ്പം തന്നെ മുഖ്യമന്ത്രി, ഒപ്പം തന്നെ വനം, ആഭ്യന്തര വകുപ്പുകൾ, ഇവയ്ക്കെതിരെയുള്ള വിമർശനം ഏത് രീതിയിലാണ്? കോതമംഗലത്താണ് എറണാകുളം ജില്ലാ സമ്മേളനം, CPIയുടെ എറണാകുളം ജില്ലാ സമ്മേളനം പുരോഗമിക്കുന്നത്. ഇന്നും നാളെയും മറ്റന്നാളുമായിട്ടാണ് സമ്മേളനം നടക്കുന്നത്. രാഷ്ട്രീയ റിപ്പോർട്ടും സംഘടനാ റിപ്പോർട്ടും ഇന്ന് അവതരിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ അതിനകത്ത് രാഷ്ട്രീയ റിപ്പോർട്ട് മാത്രമാണ് ഇന്ന് അവതരിപ്പിക്കാൻ സാധിച്ചത്. ഈ രാഷ്ട്രീയ റിപ്പോർട്ടിലാണ് രൂക്ഷമായ വിമർശനം LDF സർക്കാരിനെതിരെ തന്നെ CPIയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സാധാരണഗതിയിൽ ഉണ്ടായതിൽ വിഭിന്നമായി മുഖ്യമന്ത്രിയെ തന്നെയും ആഭ്യന്തര വകുപ്പിനെയും കടന്നാക്രമിക്കുന്നതായിരുന്നു എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പ്രധാനമായും പരാമർശിക്കുന്നത്. ആഭ്യന്തര വകുപ്പും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഏകാധിപതികളെ പോലെയാണ് പെരുമാറുന്നത്. മറ്റുള്ളവരെ പരിഗണിക്കുകയോ അവരെ വാക്കുകൾ കേൾക്കാനോ തയ്യാറാകുന്നില്ല എന്നതിനോടൊപ്പം തന്നെ സർക്കാരിന്റെ പല വകുപ്പുകളും താരതമ്യേന നിലവാരം പുലർത്തുന്നില്ല എന്നൊരു രൂക്ഷ വിമർശനം കൂടിയുണ്ട്. നിലവിലുള്ള വകുപ്പുകളിൽ റവന്യൂ വകുപ്പ് മാത്രമാണ് ഭേദപ്പെട്ട രീതിയിൽ സർക്കാരിന്റെ പ്രതിച്ഛായ കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ വിഭാഗീയതടക്കം നിലനിൽക്കുന്ന എറണാകുളം ജില്ലാ കമ്മിറ്റിയെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ പ്രതിപാദിക്കാതെയാണ് വിമർശനങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലാൽകൃഷ്ണനാണ് തൊടുപുഴയിൽ വിശദാംശങ്ങൾ നൽകിയത്.